ഹലോ, ഹലോ. എങ്ങനെയുണ്ട് ഈ തെറാപ്പി ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? തെറാപ്പി എടുത്തിട്ട് ശരീരത്തിന് വളരെയധികം ആശ്വാസമുണ്ട്. ഉണ്ടോ? എന്തുകൊണ്ടാണ് തെറാപ്പി എടുക്കാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണോ? ആ, 6 ദിവസമായി. അങ്ങനെയല്ല, എന്താണ് തെറാപ്പി എടുക്കാനുള്ള കാരണം? ശരീരത്തിന് മൊത്തം വേദന ഉള്ളതുകൊണ്ടായിരുന്നു. ശരീരയ്ക്ക് വേദന ഉണ്ടായിരുന്നു. ആ, ഇപ്പോൾ വേദനയ്ക്ക് ആശ്വാസമുണ്ടോ? ആശ്വാസമുണ്ട്. ആണോ? ഇപ്പോൾ ഇത് നല്ലതാണോ ചെയ്യുന്നത്? മൊത്തം വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ആണോ? ചെയ്തിട്ട് നല്ല പ്രയോജനമുണ്ടല്ലേ? പ്രയോജനം ശരീരത്തിന് കുറച്ചുകൂടെ ദൃഢത കാണിക്കുന്നുണ്ട്. ആ, ശരീരത്തിന് കുറച്ചുകൂടെ ആരോഗ്യം കാണിക്കുന്നുണ്ട്. ആരോഗ്യമുണ്ട്. ആ, ഇത് കാലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. പേശികൾക്കൊക്കെ വേദന കുറവുണ്ട്. ആ ആ കുനിയാനും നിവരാനൊക്കെ സാധിക്കുന്നുണ്ട്. ഒന്നും കൂടെ പറയോ? കേട്ടില്ല, ഒന്നുകൂടെ പറയോ? കുനിയാനും നിവരാനൊക്കെ സാധിക്കുന്നുണ്ട്. ആ ആ വേറെ വേറെ എന്തുണ്ട്? വേറെ വേറെ വേദനയ്ക്കൊക്കെ നല്ല കുറവ് വേദനയ്ക്ക് പരിപൂർണമായിരിക്കുന്ന ആശ്വാസമുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ ഈ തെറാപ്പി എല്ലാവർക്കും ഒരു ഉപയോഗമാവുമല്ലേ? അതെ. ആ, ഇത് ഇങ്ങനെ ഫുൾ ബോഡിയാണ് തെറാപ്പി ചെയ്യുന്നതല്ലേ? ആള് ഉറങ്ങിപ്പോവുകയാണ് ആണോ? തെറാപ്പി ചെയ്യുന്ന ഒരു ഇതുകൊണ്ട് അങ്ങ് ഇതായി പോവുകയല്ലേ? തെറാപ്പി ചെയ്യുന്ന ഒരു സുഖം കൊണ്ട് അങ്ങനെ കടന്നു പോവുകയാണല്ലേ? രാവിലെ തൊട്ട് പണിക്ക് പോകുന്നത് കൊണ്ട് ഈ തെറാപ്പി ഒരു ശരീരത്തിനൊരു തെറാപ്പി ഇപ്പം ആദ്യമായിട്ട് ശരീരത്തിന് എടുത്തിട്ട് അതിന് മറ്റുള്ള എല്ലാ വ്യായാമത്തെക്കാട്ടിലും വളരെ ഫലം വരുന്നുണ്ട്. നല്ലൊരു മാറ്റം വരുന്നുണ്ടല്ലേ? അതുകൊണ്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യും. മറ്റുള്ളവരടുത്ത് പറയണം കേട്ടോ, തെറാപ്പിയെ കുറിച്ച് പറയില്ലേ? പറയാം. നമുക്ക് ഗുണം കിട്ടുമ്പോഴല്ലേ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്. അപ്പം നമ്മൾ ഇതാണ് ഒരു ആളുടെ ഫുൾ ബോഡി തെറാപ്പി. ഇതാണ് തെറാപ്പി ചെയ്യുന്നത്. ഇത് നമ്മൾ ശരീരത്തിനുള്ള എല്ലാ നാഡി ഞരമ്പുകളും ഓപ്പണായി പ്രവർത്തിക്കുകയാണ് തെറാപ്പി കൂടെ ചെയ്യുന്നത്. ഇത് തിരിച്ച് കാലും ചെയ്യാൻ പറ്റും. തലമണ്ട തൊട്ട് കാലിൻ്റെ പാദം വരെയാണ് നമ്മൾ ഈ തെറാപ്പി ചെയ്യുന്നത്. ഇതാണ് തെറാപ്പിയുടെ ഇത്. അപ്പം ഈ ഉറവയ്ക്കലാണ് ഇതിൻ്റെ ഷോപ്പുള്ളത്. എല്ലാവരും വരിക, തെറാപ്പി ചെയ്യുക. ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ഈ ബ്ലോക്ക് ഉള്ളവരും സ്റ്റോക്ക് വന്നവരും ഒക്കെ ഈ തെറാപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റമാണ് ഈ തെറാപ്പി. നമ്മൾ ഈ തെറാപ്പി ചെയ്യാൻ ഇങ്ങനെ തിരിച്ച് കിടത്തിയതിന് ശേഷം നമ്മൾ കാല് ഒരു ബെൽറ്റ് ഇട്ട് കെട്ടി, അതിന് ശേഷം ഇങ്ങനെ കാലിൻ്റെ തെറാപ്പി നട്ടെല്ല് തൊട്ട് കാൽപാദം വരെയാണ് നമ്മൾ തെറാപ്പി ചെയ്യുന്നത്. ഈ തെറാപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ നട്ടെല്ല് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ആൾ തിരിഞ്ഞ് കിടക്കുന്നത്. തിരിഞ്ഞ് കിടന്നതിന് ശേഷമാണ് നമ്മുടെ കാൽപാദം തൊട്ട് തെറാപ്പി ചെയ്തു വരുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും തെറാപ്പി. ഇത് തെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഇങ്ങനെ പൊങ്ങി നല്ല ഒരു മസാജിക്ക് വരികയാണ് ചെയ്യുക. അതിൻ്റെ അടിയിൽ കൂടെയാണ് തെറാപ്പി ചെയ്യുന്നത്. നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടെ കാല് പൊങ്ങി ഒരു മസാജ് ഇങ്ങനെ താഴിൽ കൂടെ നമ്മുടെ ഞരമ്പുകൾക്ക് പ്രവർത്തനമായിട്ട് ഒരു മസാജാണ് ഈ കാലിൽ കൂടെ ചെയ്യുന്നത്. കാല് താന്ന് വരുന്നുണ്ട്. ഈ തെറാപ്പി ഈ നട്ടൽ വരെ ഇങ്ങനെ തെറാപ്പി ശരീരത്തിൽ കൂടി അത് മസാജ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹെഗ് തെറാപ്പി എന്ന് പറയുന്നത്. ആ തെറാപ്പി ശരീരത്തെ വേരിക്കോസിൻ്റെ പ്രശ്നം, കാലിൻ്റെ വേദന, തരിപ്പ്, ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നട്ടല് തൊട്ട് കാലിലേക്കുള്ള എല്ലാ നാഡി ഞരമ്പുകൾക്കും ഈ തെറാപ്പി നല്ല ഒരു പ്രയോജനമാണ്. നല്ല ഗുണമുണ്ടാവും. വേരിക്കോസിൻ്റെ പ്രശ്നം, അങ്ങനെ കാലിൽ ബ്ലഡ് ഓട്ടമില്ലാതെ വരുന്ന തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഈ തെറാപ്പി ഒരു ഉത്തമമായ ഒരു കാര്യമാണ്. അല്ലയോ? ഈ തെറാപ്പി കൊണ്ട് കാലിൽ നല്ലൊരു ബലമൊക്കെ ഇല്ലേ? കാലിൽ നല്ല ബലമുണ്ടല്ലേ? കാലിലെ വേദനയെല്ലാം മാറുന്നുണ്ടല്ലോ? ഉണ്ട്.
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനായിട്ടില്ല. എന്നാലും എല്ലാം കൊണ്ടും വളരെ ആശ്വാസമുണ്ട്. എല്ലാം കൊണ്ടും ആശ്വാസമുണ്ട്. ഇത് വൈബ്രേഷനാണ്. ഇത് നമ്മുടെ ഉദരസംബന്ധമായ കാര്യങ്ങൾക്ക്, വയറ്റിലെ കൊഴുപ്പ് പോവും, ഗ്യാസിൻ്റെ പ്രശ്നം, നമ്മുടെ രാവിലെ മോഷൻ പോകാനുള്ള ആ ബുദ്ധിമുട്ടുകൾ എല്ലാം ഈ ഇതുകൊണ്ട് മാറും. ഇത് ഒരു വൈബ്രേഷനാണ്. ഈ വൈബ്രേഷൻ നമ്മുടെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വേദനകൾ, ഈ ഞരമ്പിൻ്റെ വേരിയേഷൻ്റെ പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടും. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് വേദന വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്തെല്ലാം നമുക്കിതിനെ എടുത്ത് മാറ്റി വെക്കാം. ഷോൾഡറിൻ്റെ ഇവിടെ വേദനയുണ്ടെങ്കിൽ ഇത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വെക്കാം. ഏത് ഭാഗത്താണ് നമുക്കിത് വേദന ഫീൽ ചെയ്യുന്നത് ആ ഭാഗങ്ങളിൽ ഈ ഫൈബർ മെഷീൻ വെക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്ത് ജലദോഷത്തിൻ്റെ പ്രശ്നം, ശ്വാസം മുട്ടൽ, അങ്ങനെ ഈ നമുക്ക് കോൾഡിൻ്റെ പ്രശ്നം, നെഞ്ചിൽ കഫക്കെട്ട്, ഈ തലവേദന, ഇതൊന്ന് വെച്ച് തലയിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മാറും. മൈഗ്രേഷൻ്റെ തലവേദന, ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെ ഇത് എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ തലയിലേക്കുള്ള എല്ലാ ഇതും മാറിക്കിട്ടും. കണ്ണിന് കാഴ്ചയില്ലാത്തവർ ഇതിനെ എടുത്ത് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിനൊക്കെ കാഴ്ച കിട്ടും. നമ്മുടെ മൈഗ്രെയിൻ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ മാറിക്കിട്ടും. നെഞ്ചത്ത് കഫം ഉണ്ടെങ്കിൽ നെഞ്ചത്ത് ഇത് വെക്കുമ്പോൾ നെഞ്ചത്തെ കഫം മാറിക്കിട്ടും. ഇങ്ങനെതായ എല്ലാ ഗുണവുമുള്ള ഒരു സാധനമാണ് അത് നമ്മുടെ ശരീരത്ത് നമുക്ക് ചൂടെന്ന് പറയുമ്പോൾ അത് സാധാ ചൂട് പോലെയല്ല, അതൊരു നല്ലൊരു ചൂടാണ്. നമ്മുടെ ശരീരത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ലൊരു ചൂടാണത്. അത് നമ്മുടെ ബോഡി ടയേർഡ് മാറ്റി നല്ലൊരു എനർജി കിട്ടുന്ന ഒരു തെറാപ്പിയാണിത്. നമുക്ക് ആർക്കും ചെയ്യാം. 4 മാസമായ കുഞ്ഞ് തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 4 മാസമായ കുഞ്ഞിനെ ഈ മാറ്റിൽ കിടത്തിയാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട്, ജലദോഷം, പനിയുടെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഈ മാറ്റിൽ നമ്മൾ നന്നായി പുതച്ച് കിടന്നാൽ നമ്മുടെ അങ്ങനെയുള്ള രോഗത്തിന് വിടുതൽ കിട്ടും. ഇത് നമുക്ക് നിത്യ ഉപയോഗമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നിത്യം നമ്മൾക്ക് ആവശ്യമാണത്. ആർക്കും ചെയ്യാം. തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ തെറാപ്പിയാണ്. ഇത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ തെറാപ്പി. ഈ തെറാപ്പി ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു? സുഖമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? സ്റ്റോക്ക് വന്നതാണോ? നടക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം ചെയ്തിട്ട് നല്ല മാറ്റമില്ലേ?